ആ മോള് അറിയാൻ വേണ്ടി പറയുകയാണ് ഞങ്ങള്. അവിടെ കഴിഞ്ഞ 10,000 എന്തായാലും കിട്ടും. ചിണ്ടാപ്പി ഈ നമ്മുടെ ഇൻസ്റ്റയിലേ ഒരു പെങ്കൊച്ച് മെസ്സേജ് അയച്ചടി. ഇപ്പൊ നീ കണ്ടില്ലേ മെസ്സേജ്? ആ പെണ്ണ് പറയുകയാണെ ആ പെണ്ണ് 30,000 രൂപ കൊടുക്കാൻ. അങ്ങനല്ലേ, നമ്മള് 30,000 രൂപ കൊടുക്കുന്ന പറഞ്ഞാൽ കൊച്ചു ഭയങ്കര മെസ്സേജ് അയപ്പ്. ആ കൊച്ചു വിചാരിക്കുന്നത് നമുക്കെന്തോ പൈസ ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാ വിചാരിച്ചിരിക്കുന്നത്. എനിക്കറിയത്തില്ല. ആ കൊച്ചിന് പഠിക്കാനെന്തോ ആവശ്യത്തിനാന്നൊക്കെ പറയുന്നു. ചിണ്ടാപ്പി ഗൈസ്, അപ്പോൾ സംഭവമല്ല, നമ്മുടെ ഇൻസ്റ്റയിൽ ഒരു പെങ്കൊച്ചി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക, ചേട്ടാ ഒരു 30,000 രൂപ എത്താ. ആ പെങ്കൊച്ചി മാത്രമല്ല കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്തുവാ ചിണ്ടാപ്പി, നമുക്ക് ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഇത്ര ഉള്ളപ്പോൾ അവർ ചോദിക്കുക നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് എന്തോ പൈസ കിട്ടുമെന്ന്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമ്മളും അത്യാവശ്യം എന്തുവാ ഒരുപാട് കടവും കാര്യമൊക്കെ ഉള്ളേ നമുക്ക്. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് അതിനു വേണ്ടിയാണ് ഉപകരിക്കുന്നത്. പക്ഷെ 30,000 രൂപ വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉണ്ടെങ്കിൽ കൊടുത്തല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് 30 നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കായിരുന്നു. പക്ഷെ ആ കൊച്ചു 30 പഠിത്തക്കാരിയാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. പക്ഷേ ആ മോള് അറിയാൻ വേണ്ടി പറയുകയാണ് ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഇൻസ്റ്റയിൽ നമുക്ക് ഈ പൈസയും കാര്യമൊന്നും കിട്ടത്തില്ല, വല്ല ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നേ ഉള്ളൂ. നമുക്ക് യൂട്യൂബിനെ പോലെയല്ല, യൂട്യൂബിലൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം റീച്ച് ഉണ്ട്, മാസം മന്ത്ലി പൈസ കിട്ടും. പക്ഷെ നമുക്ക് യൂട്യൂബ് അങ്ങനെ ഇപ്പോൾ വലുതായിട്ടൊന്നും റീച്ച് ആവുന്നില്ല. അപ്പം എല്ലാവർക്കും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. എപ്പോഴെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ട് യൂട്യൂബ് എന്തെങ്കിലും അല്ലേ മോണിറ്റേഷനൊക്കെ ഓണാണെങ്കിൽ ചെറിയ ഹെൽപ്പ് ഞങ്ങൾ എല്ലാവർക്കും ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് കാണുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നും ചോദിക്കരുത്, കാരണം ഞങ്ങൾക്ക് വലിയ പൈസ ഒന്നും ഇല്ല. ഇൻസ്റ്റയിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്, അത് ഉള്ള കാര്യമാണ്. ഫോളോവേഴ്സ് നല്ല ഇതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വല്ല ആഡൊക്കെ ചെയ്യുമ്പോഴേ പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഹായ് കുഞ്ഞാപ്പി, ഹായ് പറഞ്ഞേ. അപ്പോൾ കുഞ്ഞാപ്പി ചേട്ടാ നമ്മൾ പറഞ്ഞേ നമ്മുടെ ചാനൽ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങളെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ വരണേ എന്ന് പറഞ്ഞേ.